Hi dear students, so this is our third class in the module 3. Today we have for discussion past continuous. Already we discussed the simple past, present continuous, simple present, and sorry, this one will be our fourth class, past continuous. Here, the past, simple past, the structure of simple past was verb to. I already told you. Next, what is the structure of past continuous? You see, here സിമ്പിൾ പാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. പാസ്റ്റ് അത് സബ്ജക്റ്റ് അവിടെ പറയാൻ വിട്ടു വരുന്നു എന്ന് എഴുതി വെക്കും നിങ്ങൾ. സിമ്പിൾ പാസ്റ്റിൻ്റെ രൂപം എഴുതി വെക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വെർബ് ടു പ്ലസ് പിന്നെ ഒബ്ജക്റ്റാണ് വരിക കേട്ടോ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ രൂപം എന്താ വരിക? സബ്ജക്റ്റ് പ്ലസ് എഴുതി വെക്കണം കേട്ടോ. സിമ്പിൾ പാസ്റ്റ് എന്താ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വെർബ് ടു വരും, പിന്നെയാണ് ഒബ്ജക്റ്റ് വരിക. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വാസ് സ്ലാഷ് ഇടുക, അല്ലെങ്കിൽ ബാർ ഇടുക. വാസ് ബാർ വേർ, WERE വേർ, WH അല്ല, അത് ക്വസ്റ്റ്യൻ ആണ്. ഇത് വേർ, വാസ് ഓർ വേർ എന്നുള്ള കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ബാർ വേർ പ്ലസ് വെർബ് 1 പ്ലസ് ING, വെർബ് 1ൻ്റെ കൂടെ ING കൂടി വരും. നേരത്തെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് എന്നുള്ള വെർബിൻ്റെ കൂടെ ING വരുന്നതാണ് കണ്ടിന്യൂസ് എന്നുള്ളത്. ഓക്കെ, അതുകൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രൂപം. ഇനി വാസും വേറിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ആയിരുന്നു എന്നാണ് അർത്ഥം, ആയിരുന്നു. പക്ഷെ ഇത് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കും. നാളെ സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്ത് ഉപയോഗിച്ചാലും സബ്ജക്റ്റ് ഏതാണെങ്കിലും നമ്മൾ ഒന്ന് തന്നെയാണ്, വെർബ് ടു തന്നെ വരിക സിമ്പിൾ പാസ്റ്റിൽ. പക്ഷേ പാസ്റ്റ് കണ്ടിന്യൂസിൽ അങ്ങനെയല്ല. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റിനനുസരിച്ച് എന്ന് മാറും, വാസും വേറും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കുക എവിടേക്കാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതെന്നുള്ള. വി യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടു സേ വാട്ട് വാസ് ഹാപ്പനിങ് അറൗണ്ട് എ പാസ്റ്റ് ടൈം, വാട്ട് വാസ് നോട്ട് ഹാപ്പനിങ് ഓർ ഹാപ്പനിങ് അറൗണ്ട് ബിഫോർ, അറ്റ് ആൻഡ് പെർഹാപ്സ് ആഫ്റ്റർ എ പാസ്റ്റ് ടൈം. എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ടു സേ, പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കും. എന്ത് എഴുതുമ്പോഴാണ്? വാട്ട് വാസ് ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ്, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ, അറൗണ്ട് എ പാസ്റ്റ്. ഇപ്പോൾ ഒരു പാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പറഞ്ഞതിന് മുമ്പ്, അല്ലെങ്കിൽ പറഞ്ഞ ശേഷം, ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരുന്നോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ട് വേർ യു ഡൂയിങ് അറ്റ് 8 o'clock ഉദ്ദേശിക്കുന്നത് 8 മണിക്ക് നീ എന്തായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ 8 മണി എന്നുള്ളത് ഈ സമയത്ത് അയാൾ എന്തോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ട വാട്ട് വേർ യു ഡൂയിങ് അറ്റ് 8 o'clock. അവിടെ ആ ചോദ്യത്തിൽ നമുക്കൊരുപാടുണ്ട്. എന്ത് ചെയ്തിരുന്നോ, അതായത് ചോദ്യതാണ്. ഞാൻ ഇപ്പോൾ TV കാണായിരുന്നോ, നീ പഠിക്കുകയായിരുന്നോ, അല്ലേ, നീ അത് ഓടുകയായിരുന്നോ, ഇങ്ങനെയൊക്കെ ഉണ്ട് ആ ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ള കുറേ ആൻസറുകൾ വരുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം വരുന്നത് വാട്ട് വേർ യു ഡൂയിങ് അറ്റ് 8 o'clock, അല്ലേ. അതിൻ്റെ അകത്ത് എന്താ? വർ യു വാച്ചിങ് TV, വർ യു പ്ലേയിങ്, വർ യു റീഡിങ്, വർ യു സ്ലീപ്പിംഗ്, ഇങ്ങനെയൊക്കെ തന്നെ അർത്ഥം വരുന്നുണ്ട്, അല്ലേ. ഇനി അപ്പോൾ ആൻസർ പറയണ കുട്ടി എന്താ പറയുന്നത്? അറ്റ് 8 നോ, ഐ വാസ് നോട്ട് വാച്ചിങ് TV, ഐ വാസ് റീഡിങ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, വാട്ട് വർ യു ഡൂയിങ് അറ്റ് 8 o'clock, വാട്ട് വർ യു ഡൂയിങ് അറ്റ് 8 o'clock, വർ യു വാച്ചിങ് TV. അപ്പോൾ അതായത് രണ്ട് ചോദ്യം ചോദിക്കുന്നത്, അല്ലേ. വാട്ട് വർ യു ഡൂയിങ് അറ്റ് 8 o'clock, വർ യു വാച്ചിങ് TV കാണായിരുന്നോ അറ്റ് 8. അപ്പോൾ സംശയം തിരിച്ചിങ്ങോട്ട് 8 മണിക്കോ എന്നാണ് ചോദ്യം. അറ്റ് 8 നോ, ഐ വാസ് നോട്ട് വാച്ചിങ് TV, ഐ വാസ് റീഡിങ്. നോ, ആ സമയത്ത് ഞാൻ വാച്ച് ചെയ്യായിരുന്നില്ല, ഞാൻ എന്തായിരുന്നു, TV കാണായിരുന്നില്ല, ഞാൻ വായിക്കുകയായിരുന്നു. ഇവിടെ നോക്കൂ. ഇനി ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് വെൻ ഇറ്റ് ബിഗാൻ ടു റൈൻ. ഇവിടെ രണ്ട് സംഗതി നടക്കുന്നുണ്ട്. ഐ വാസ് വാക്കിംഗ് ഡൗൺ, ഞാൻ സ്ട്രീറ്റിലൂടെ, തെരുവിലൂടെ നടക്കുകയായിരുന്നു. വെൻ ഇറ്റ് ബിഗാൻ ടു റൈൻ, മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, അല്ലേ, മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തതെന്നാണ് ചുരുക്കം. അപ്പം ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി മറ്റൊരു സന്ദർഭം എപ്പോഴാണ്? വി യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടു സെറ്റ് ദ സീൻ ടു ഗിവ് ആൻ ഐഡിയ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷനെ കുറിച്ചൊരു ഐഡിയ നൽകാൻ വേണ്ടി നമ്മളെന്ത് പറയും? ഈ പാസ്റ്റ് കണ്ടിന്യൂസ്. ഉദാഹരണം കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. വെൻ ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഇറ്റ് ബിഗാൻ ടു റൈൻ. ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മഴ പെയ്തത്, അല്ലേ. അപ്പോൾ എന്താണ്?
ഈ മഴ പെയ്യുക എന്നുള്ള പിന്നീട് സംഭവിച്ച കാര്യമാണ്, നടക്കാൻ തുടങ്ങിയാണ് ആദ്യം. അപ്പോൾ ആ നടന്നപ്പോഴാണ് മഴ പെയ്തത്. അത് ബാക്ക്ഗ്രൗണ്ട് സംഭവിച്ച കാര്യമാണ് മഴ പെയ്യുക എന്നുള്ളത്. മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയും എന്തുപയോഗിക്കും, ഈ പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ റൈറ്റ് ക്വസ്റ്റ്യൻസ്. എക്സസൈസ് 1 റൈറ്റ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നോക്കൂ. at 10 I was reading a newspaper. 10 മണിക്ക് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ ഡിഡ് വെച്ച് ചെയ്ത പോലെ, ഡു വെച്ച് ചെയ്ത പോലെ, ഡസ് വെച്ച് ചെയ്ത പോലെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ വാസ് ആണെങ്കിലും വേറാണെങ്കിലും അതിന് ആദ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പറഞ്ഞ മനസ്സിലോട്ടൊക്കെ എഴുതി വെക്കണേ. അത് പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളതിൽ പറഞ്ഞ രൂപം എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേറാണല്ലോ. ഈ വാസിനെയും വേറിനെയും ആദ്യത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം ആ സെൻറ്റൻസ് അതുപോലെ എഴുതിയാൽ നമുക്ക് എന്തുണ്ടാക്കാം? അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിളാണ്. എന്താണ്? ഇങ്ങനെ നിങ്ങൾ ആൻസറിലേക്ക് നോക്കണ്ട, ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. യു വേർ റീഡിങ് എ ന്യൂസ് പേപ്പർ. ഒരു ഉദാഹരണം ഫോർ എക്സാമ്പിൾ. ഇവിടെ അങ്ങനെയല്ല, വേറാണെന്ന് ഞാൻ എങ്ങനെ വേർ വന്നു എന്ന് പറയാൻ വേണ്ടി പോവാണ്. ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെയാണെന്ന് വിചാരിക്കുക. എങ്ങനെ? യു വേർ റീഡിങ് എ ന്യൂസ് പേപ്പർ. യു വേർ റീഡിങ് എ ന്യൂസ്. നീ ഒരു പത്രം വായിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ വേർ ആദ്യത്തിലേക്ക് വെച്ചാൽ മതി. ആദ്യത്തിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ കിട്ടി? വേർ യു റീഡിങ് എ ന്യൂസ് പേപ്പർ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ പാസ്റ്റ് കണ്ടിന്യൂസിനെ ആ വാസിനെയും വേറിനെയും ആദ്യത്തിലേക്ക് കൊണ്ടുവന്ന് ബാക്കി അതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് അല്ലേ. വെൻ ഐ സോ പീറ്റർ. ഞാൻ പീറ്ററെ കണ്ടപ്പോൾ ഹി വാസ് ഈറ്റിംഗ്. അവൻ തിന്നുകയായിരുന്നു, അവൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, വാട്ട് വാസ് ഹി ഈറ്റിംഗ്. എന്തായിരുന്നു അവൻ കഴിച്ചിരുന്ന ചോദ്യം. ഇവിടെ ഇതാണ്, അതായത് ഹി വാസ് ഈറ്റിംഗ് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വാട്ട് അത് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് WH ക്വസ്റ്റ്യൻ രീതിയല്ല, ആ സെൻറ്റൻസിനെ തന്നെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്ന രീതി നേരത്തെ പറഞ്ഞ്. ഇപ്പോൾ പറയുന്നത് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഹി വാസ് ഈറ്റിംഗ്. അവൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ വാട്ട് വാസ് ഹി ഈറ്റിംഗ് എന്നാണ്. വാട്ട് ഹി വാസ് ഈറ്റിംഗ് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? വാട്ട് വാസ് ഹി ഈറ്റിംഗ്. വാസ് പിന്നെ വരണം. എവിടെ നോക്കൂ നിങ്ങൾ, വാട്ട് വാസ് ഹി ഈറ്റിംഗ് അല്ലേ. വാട്ട് വാസ് ഹി ഈറ്റിംഗ്, ഇതാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. ഇനി ഇവിടെ നോക്കൂ, വെൻ ഐ വെൻറ്റ് ടു ഹിസ് ഓഫീസ് ഹി വാസ് റൈറ്റിംഗ്. ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ്. ഹി വാസ് റൈറ്റിംഗ്. അപ്പോൾ പിന്നെ എങ്ങനെ വെക്കുക? ഈ ഹി വാസ് റൈറ്റിംഗ് എന്ന് വെച്ച് മാത്രമാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. സുഖമാണ്. നേരത്തെ പറഞ്ഞ പോലെ വാസ് ആദ്യത്തിലേക്ക് വെച്ചാൽ മതി. അതന്നെ ഇവിടെ ചെയ്ത് അല്ലേ. വാസ് ഹി റൈറ്റിംഗ്. അവൻ എഴുതുകയായിരുന്നു. ഇനി എന്താണ് എഴുതുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വാട്ട് കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ വാട്ട്, പിന്നെ വരേണ്ടത് വാസ് റൈറ്റിംഗ്. വാട്ട് വാസ് ഹി റൈറ്റിംഗ്. അറ്റ് ലഞ്ച് ടൈം വി വർ ഷോപ്പിംഗ്. വേർ. അപ്പോൾ വേർ വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. എന്താണ്? വേർ യു അറ്റ് ലഞ്ച് ടൈം. അപ്പോൾ നമുക്ക് അതിന് ആൻസർ കിട്ടും. വേർ യു അറ്റ് ലഞ്ച് ടൈം. ഇനി ലഞ്ച് ടൈമിൽ എവിടെയായിരുന്നു? അപ്പോൾ എന്തായിരുന്നു? അറ്റ് ലഞ്ച് ടൈം വി വർ ഷോപ്പിംഗ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. At 8 my mother was cooking. വാട്ട്. അപ്പോൾ വാട്ടാണ്, വാട്ട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്. വാട്ട് ആദ്യം എടുത്തെഴുതി. പിന്നെ നേരത്തെ പറഞ്ഞു ഇതിൽ വാസോ വേറെണെങ്കിൽ അതാണ് എടുത്തെഴുതേണ്ടത്. അപ്പോൾ വാസ് എടുത്തെഴുതി. വാട്ട് വാസ്. പിന്നെന്താ ചെയ്തിരുന്നത്? അമ്മയെക്കുറിച്ചാണ് അല്ലേ. വാട്ട് വാസ് യുവർ മദർ. വാട്ട് വാസ് ഇവിടെ മൈ മദർ എന്താവും? ക്വസ്റ്റ്യനിൽ യുവർ മദർ ആവും. എൻ്റെ അമ്മ നിൻ്റെ അമ്മ ആകണമല്ലോ ആൻസർ വരണമെങ്കിൽ അല്ലേ. വാട്ട് വാസ് യുവർ മദർ ഡൂയിങ് അറ്റ് 8. എന്തായാലും എൻ്റെ അമ്മ ചെയ്തിരുന്നത്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ 4 നോക്കൂ. ഇവിടെ വൈ ആണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ വൈ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. നേരത്തെ പറഞ്ഞു പിന്നെ എന്താ ചെയ്യുന്നുണ്ട്? വൈ എടുത്ത് എഴുതി ആദ്യം, പിന്നെ സംശയിക്കാനില്ല. പിന്നെ അടുത്തതിന് വാസും വേറും നോക്കണം. ഇവിടെ ഏതാണുള്ളത്? വേറാണുള്ളത്. അപ്പോൾ വേർ എടുത്ത് എഴുതി. വൈ വേർ. പിന്നെന്താണ്? പിന്നെ സബ്ജക്റ്റ് എഴുതിയാൽ മതി. വൈ വേർ ദ ചിൽഡ്രൻ ക്രൈങ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെൻ ഐ അറൈവ്ഡ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഓൾ ദ ചിൽഡ്രൻ വേർ. വീട്ടിലെത്തിയെന്നില്ല, ഞാൻ എത്തിയപ്പോൾ ഓൾ ദ ചിൽഡ്രൻ വേർ ക്രൈങ്. എല്ലാ കുട്ടികളും കരയായിരുന്നു അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ്. വൈ വേർ ദ ചിൽഡ്രൻ ക്രൈങ്. ഇങ്ങനെ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ. അതായത് വൈ ക്വസ്റ്റ്യൻ അത് ആദ്യം വെച്ചു, പിന്നെ ഇതിൽ വാസോ വേറുണ്ടെങ്കിൽ എടുത്ത് വെച്ചു, പിന്നെ ദ ചിൽഡ്രൻ ക്രൈങ് എന്നുള്ളത് ഇതിലുണ്ട്, നേരെ എടുത്ത് വെക്കുക. സബ്ജക്റ്റും അതിൻ്റെ വെർബ് എടുത്ത് വെച്ചു. അറ്റ് മിഡ്നൈറ്റ് ദ ചിൽഡ്രൻ വേർ സ്ലീപ്പിംഗ്. വേർ അല്ലേ. വേർ ദ ചിൽഡ്രൻ സ്ലീപ്പിംഗ്. അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കുക. ഇനി നമ്മളതിൻ്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റേയും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ പഠിച്ചു കഴിഞ്ഞാൽ കാര്യത്തിൽ ഇതിലുള്ള ഭാഗങ്ങളൊക്കെ കഴിയും. നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ഈസ് ഫോംഡ് വിത്ത് പാസ്റ്റ് ടെൻസ് ഓഫ് ബി ആൻഡ് ing ഫ്രം ദ verb. നമ്മൾ നേരത്തെ പറഞ്ഞാണ്.
അതായത് വാസ് പിന്നെ വെർബിൻ്റെ കൂടെ ing വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം കിട്ടും. ഇനി ഇവിടെ നോക്കൂ, എവിടേക്കാണ് നമ്മൾ പിന്നെ വാസ് ഉപയോഗിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ല, ഒന്നുകൂടി പറയാം, അത് ശ്രദ്ധിക്കുക. ഐ എന്ന് വരുമ്പോൾ വാസാണോ വേറൊന്നും സംശയമുണ്ട്. ഐ വരുമ്പോൾ എപ്പോഴും വാസ് തന്നെ വരുള്ളൂ കേട്ടോ, വേറെ വരില്ല. പിന്നെയോ വേറെ എപ്പോഴേക്ക് വരുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, യു വേർ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അല്ലേ, ദേ വേർ, അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ യു വരും. ബാക്കിയുള്ളിടത്തൊക്കെ സിംഗുലർ ആയിട്ടുള്ള എല്ലായിടത്തും വാസന വരാം. ഐ വരുമ്പോൾ ഐ വേർ വരില്ല, ഐ വാസേ വരുള്ളൂ. പിന്നെ ഐ വേർ വരുന്ന രൂപം ഇംഗ്ലീഷിലുണ്ട്, അത് വേറെയാണ്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, ഇങ്ങനെയൊക്കെ പിന്നെ എന്ത് വരും, വാസ് വരും. പിന്നെ ദേ വേർ, ദേ ആണെങ്കിൽ വേറെ വരാം, ദേ വേർ, യു വേർ, ഓക്കെ, സ്റ്റുഡൻസ് വേർ. അപ്പോൾ ഒന്നിലധികം ആളുകളൊക്കെ നമ്മൾ വേറെ വെച്ചിട്ട് ഉപയോഗിക്കും. ഇനി നോക്കൂ ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഹി, ഷീ വാസ് വർക്കിംഗ് അല്ലേ, ഹി ഓർ ഷീ ഓർ ഇറ്റ് വാസ് വർക്കിംഗ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ വാസ വരാം. ഹി, ഷീ, ഇറ്റ് വാസ് വർക്കിംഗ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് മതി, ഈ ഇതിന് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്നും കൂടി പറയാണ്ട്. ഇപ്പോൾ ഈ ഈസ് ആണെങ്കിലും ആം ആണെങ്കിലും ആറാണെങ്കിലും വാസു, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഇതിനൊക്കെ നമ്മൾ പറയുന്ന മറ്റു പേരാണ് ഹെൽപ്പിംഗ് വെർബ്സ്, ഓക്സിലറി വെർബ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ വെർബ് വാസും വേറൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്, നോട്ട് വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോട്ട് വെച്ചാൽ മാത്രം അത് വേറൊന്നും ചെയ്യാനല്ല. പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ വാസിൻ്റെയും വേറിൻ്റെയും കൂടി നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന് നെഗറ്റീവ് കിട്ടും. ഇത് മാത്രം മനസ്സിലാക്കാനുള്ളൂ. അതായത് പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസിൻ്റെയും വേറുമാണ് രൂപം വരുന്നത്. അപ്പോൾ വാസിൻ്റെയും വേറിൻ്റെയും രൂപത്തിൻ്റെ കൂടെ നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് നെഗറ്റീവ് കിട്ടും. എങ്ങനെയാ നോക്കൂ, ഇറ്റ് വാസ് വർക്കിംഗ് അല്ലെങ്കിൽ ഐ വാസ് വർക്കിംഗ്, എങ്ങനെ വരിക, എന്ത് ചെയ്താൽ മതി, വാസിൻ്റെ കൂടെ നോട്ട് വെച്ചു, ഐ വാസ് നോട്ട് വർക്കിംഗ്, ഇത്രയേ ഉള്ളൂ. എന്തായത് ഐ വാസ് നോട്ട് വർക്കിംഗ്. ഇവിടെയോ WH ക്വസ്റ്റ്യൻസിൽ വേർ വാസ് ഹി വർക്കിംഗ്, വേർ വാസ് ഹി വർക്കിംഗ്. അപ്പോൾ WH ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. വാസ് ആണെങ്കിൽ ഇപ്പോൾ ഹി നോക്കിയിട്ടാണ് വാസ് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ദേ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ദേ നോക്കൂ, ഇവിടെ വേർ വാസ് ഹി വർക്കിംഗ് എന്നുള്ളത് ഇങ്ങനെയാണ് ചോദിച്ചെങ്കിലോ, വേർ ഹീക്ക് പകരം ദേ ആണെങ്കിലോ എന്ത് വെക്കണം, വേർ ദേ വർക്കിംഗ് ആക്കണം. സോ ഹി ആയതുകൊണ്ടാണ് വാസ് വന്നത്, ദേ ആണെങ്കിൽ വേർ വരും ഇവിടെ, മനസ്സിലുണ്ടോ, ഇവിടുത്തെ കാണുന്നുണ്ടല്ലോ, വൈ വേർ ദേ വർക്കിംഗ്, ഇങ്ങനെയാണ് അതിൻ്റെ രൂപം വരിക. ഇതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ഇനി വരുമ്പോൾ എന്തൊക്കെയാണുള്ളത്, ഇത് എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാസിനെയും വേറിനെയും അതിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം. വാസിനെയും വേറിനെയും ഫസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ രൂപം ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഷീ വാസ് വർക്കിംഗ് എന്നാണെങ്കിൽ വാസ് ഷീ വർക്കിംഗ് അല്ലേ, ദേ വർ വർക്കിംഗ് എന്നാണെങ്കിൽ വേർ ദേ വർക്കിംഗ്. ഓക്കെ, ഇങ്ങനെ ഈ ആദ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അതിൻ്റെ ഷോർട്ട് ആൻസർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. യെസ് പോസിറ്റീവ് ആണെങ്കിൽ യെസ് ഷീ വാസ് അല്ലെങ്കിൽ ഹി വാസ്, ആ വാസും കൂടി ചേർക്കണം മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ നോ ഷീ വാസ് നോട്ട്. ഇതാണ് അതിൻ്റെ രൂപം എന്നുള്ളത്. ഇനി ഇതിൽ കുറേ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ടിക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ദ ബെസ്റ്റ് സെൻറ്റൻസ് ഫോർ ദ സ്പീക്കർ ടു യൂസ്. ഇവിടെ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബെസ്റ്റ് ടെൻസ് ഫോം സെലക്ട് ചെയ്യാനുള്ളതാണ്. ഐ വാണ്ട് ടു നോ യുവർ ആക്ഷൻ ആഫ്റ്റർ യുവർ ഫാദർ ഡൈഡ്. വാട്ട് ഡിഡ് യു ഡു വെൻ യുവർ ഫാദർ ഡൈഡ്? വേർ were you? What were you doing when your father died? അപ്പോൾ ഇവിടെ പിന്നെ ഏതാണ് ഒന്നുകൂടി നല്ലത് ഏതാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. വാട്ട് ഡിഡ് യു ഡു വെൻ യുവർ ഫാദർ, ഇതിനും മീനിങ് ഒക്കെ ഏകദേശം രീതിയിൽ തന്നെ വരുന്നത്. വാട്ട് were you doing when your father died? മരിച്ചപ്പോൾ എന്താണ് ചെയ്യുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, ഐ വോണ്ട് ടു ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ അറ്റ് ദ പാർട്ടി വെൻ ഐ അറൈവ്ഡ്. എവരിവൺ വാസ് ഡാൻസിങ്, എവരിവൺ ഡാൻസ്ഡ്. ഇവിടെ ഞാൻ എത്തിയപ്പോൾ എന്നുള്ള ഇങ്ങനെ വെൻ ഐ അറൈവ്ഡ്, വെൻ ഐ വെൻഡ്, വെൻ ഐ ലേൺഡ്, ഇങ്ങനെയൊക്കെ വെന്ന് വെച്ച് പറയുമ്പോൾ മിക്കവാറും നമുക്ക് നല്ലത് ഉപയോഗിക്കാൻ എപ്പോഴെന്നാണ് വാസ് വെച്ചിട്ടാണ് അതിനെ. പിന്നെ വാസ് ഡാൻസിങ് അല്ലെങ്കിൽ വാസ് പ്ലേയിങ്, വാസ് ഇങ്ങനെ വാസോ അല്ലെങ്കിൽ വേറെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ചെയ്യാൻ നല്ലത് കേട്ടോ. അതാ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ കാര്യമായിട്ട് ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വായിച്ച് നോക്കണം. നിങ്ങൾ സ്വന്തം ഒന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ശ്രമം ഇതിൽ വേണം. ശരിക്ക് ഗ്രാമർ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞു, ഇത് മാത്തമാറ്റിക്സ് പോലെയാണ്. നിങ്ങൾ എഴുതുക, പഠിക്കുക, അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള രീതി എന്നുള്ളത്. സംശയം നിങ്ങൾ അപ്പോൾ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെൻ എന്നൊക്കെ വരുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ അവിടെ വാസോ വേറൊക്കെ വെച്ചിട്ടാണ് നമ്മളത് പൂരിപ്പിക്കേണ്ടത്. അത് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ മാർഗം എന്നുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കൂ നിങ്ങൾ, ഫ്യൂച്ചർ ടെൻസ് ഗോയിങ് ടു ആൻഡ് വില്ല്. അതായത് നമ്മൾ പിന്നെ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കാനുള്ള ചില സംഗതികളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു കാര്യം അടുത്ത് ചെയ്യുമെന്ന് പറയാൻ സാധാരണ വില്ല ഉപയോഗിക്കാറുള്ളൂ, പക്ഷേ ഗോയിങ് ടു വെച്ചിട്ടും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളത്. നിങ്ങൾ ഇതിൻ്റെ രൂപങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ലെറ്റ്സ് വൈൻഡ് അപ്പ്.